കർണാടക അങ്കോളയിൽ മണ്ണിടിച്ചിലുണ്ടായി. അത് കഴിഞ്ഞ 4 ദിവസം മുൻപാണ്, 16-ാം തീയതി. അതിൽ കാണാതായവരിൽ ഒരു മലയാളിയും ഉണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കോഴിക്കോട് സ്വദേശിയായ അർജുൻ സഞ്ചരിച്ച ലോറി ഈ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു എന്നാണ് സംശയിക്കുന്നത്. പ്രദേശത്ത് 3-ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. KB ശ്രീധരൻ നമുക്കൊപ്പം കർണാടകയിൽ നിന്ന്, ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഈ മണ്ണിടിച്ചിലുണ്ടായി മരണസംഖ്യയൊക്കെ ക്രമാതീതമായി ഓരോ ദിവസം കഴിയും തോറും ഉയർന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഇതിൽ ഒരു മലയാളി കുടുങ്ങിക്കിടക്കുന്നുണ്ട്, കോഴിക്കോട് സ്വദേശിയായ അർജുൻ. കുടുംബം പറയുന്നത് ആ ലോറിയുടെ ഭാരത് ബെൻസിന്റെ ലോറിയാണ്, അതിന്റെ GPS പുതിയ ലോറി കൂടിയാണ്. അതിന്റെ GPS സിഗ്നൽ കൃത്യമായി കാണിക്കുന്നത് ആ പ്രദേശത്താണ്, ആ ലൊക്കേഷനിലാണ്. ഈ തെരച്ചിൽ ഇപ്പോൾ അർജുനായി തെരച്ചിൽ നടക്കുന്നുണ്ടോ? തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസവും തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്ന് 4-ാം ദിവസത്തിലേക്കാണ് കിടക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ഏതായാലും ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ അർജുൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉയർന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 4 ദിവസമായി ഇയാളെക്കുറിച്ച് യാതൊരു വിവരമില്ല, ഫോണിൽ ബന്ധപ്പെടാനാവുന്നില്ല. ഈ ലോറിയുടെ GPS വിവരങ്ങൾ അവസാനം കാണിക്കുന്നത് ഈ മണ്ണിടിച്ചിലുണ്ടായ ഈ അങ്കോളയിലെ ഈ ഒരു പ്രദേശത്താണ് എന്നുള്ളതാണ് അവസാനമായി അവർക്ക് ലഭിച്ച വിവരം. അതിനാലാണ് അദ്ദേഹം അവിടെ മണ്ണിടിച്ചിൽ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉയർന്നത്. ഏതായാലും ബന്ധുക്കളൊക്കെ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. ഇന്ന് രാവിലെയും അവിടെ പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ദുഷ്കരമായ ഒരു സാഹചര്യം ഈ മഴയാണ്. കാലാവസ്ഥ വളരെ പ്രതികൂലമായി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ആ പ്രദേശത്തുള്ളത്. അങ്കോളയിൽ മാത്രം ഏതാണ്ട് കഴിഞ്ഞ 2 ദിവസം പെയ്ത മഴ എന്നുള്ളത് 600 മില്ലിമീറ്ററിന് മുകളിലാണ്. അതിനാൽ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തെ അല്ലെങ്കിൽ തിരച്ചിലിനെയൊക്കെ ഇത് കാര്യമായി ബാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ മണ്ണ് കുന്ന് ഇടിഞ്ഞ് വീണത് നേരെ തൊട്ട് താഴെയുള്ള ഗംഗാവതി പുഴയിലേക്കാണ്. ഈ പുഴയിൽ വലിയ കുത്തൊഴുക്കാണ്, മലവെള്ളപ്പാച്ചിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായി. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ അതിലേക്ക് ആളുകൾ പെടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം 4 മൃതദേഹങ്ങൾ പല വാഹനങ്ങളും ആ പുഴയിലേക്ക് വീണതായും സംശയിക്കുന്നുണ്ട്. ശ്രീധരൻ, ഇതിപ്പം ഈ ഒരു അപകടം നടന്നിട്ട്, ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായത് ഇപ്പം 4-ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ഒരു പുലർച്ചെയാണ് അപകടം ഉണ്ടാകുന്നത്. അന്ന് ഉച്ച മുതൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഈ അർജുന്റെ വിവരം അറിയാൻ ഇത്രയും വൈകാനുള്ള കാരണം എന്താണ്? ഇപ്പം കുടുംബം കാര്യക്ഷമമായ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല. ഈ ദേശീയപാതയിലെ വീണ മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഉണ്ടാകുന്നതൊരു ആരോപണം എന്തുകൊണ്ടാണ് കുടുംബം ഉന്നയിക്കുന്നത്? ശ്രീധരൻ, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായി, പുലർച്ചെ ഉണ്ടായി, രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിന് അല്പം വൈകി ഉച്ചയോടുകൂടി മാത്രമാണ്. ഈ അർജുനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ലോറി ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ദൂരേക്കൊക്കെ പോയതാകാം എന്നുള്ള ഒരു സംശയം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്നാവാം എന്നുള്ള ഒരു സംശയമൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഏതായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ബന്ധുക്കൾ ജനപ്രതികളൊക്കെ, കേരളത്തിൽ നിന്നുള്ള MK രാഘവനെയൊക്കെ ഉൾപ്പെടെ ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവരം പുറത്തറിയാൻ ഇത്തിരി വൈകി. നമ്മൾ 3 ദിവസമായി ഈ വാർത്ത നൽകുന്നുണ്ട്, അവിടുത്തെ ഓരോ അപ്ഡേറ്റും നൽകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മലയാളി അതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തറിയാൻ ഏതായാലും വൈകിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇത് ദേശീയപാത 66-ന്റെ ഭാഗമാണ്. അവിടെ ഈ അങ്കോള ഷിറാലി റോഡിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ആ റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള ഒരു നടപടിയൊക്കെ അവിടെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അത് പ്രധാന പാതയായതിനാൽ തന്നെ. പക്ഷേ അപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് ആ പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് തീർത്തും ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. അതിനൊരു മെല്ലെപ്പോക്കുണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് പ്രധാന കാരണം ഈ കാലാവസ്ഥ പ്രതികൂലമായി. കാരണം ഇപ്പോൾ നമുക്കറിയാം, കർണാടകയിൽ നല്ല മഴയാണ്, മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പുണ്ട് പല ഭാഗങ്ങളിലും. ഇപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായ ഈ പ്രദേശത്ത് ഇപ്പോഴും കനത്ത മഴയാണോ? അപ്പം സ്വാഭാവികമായും വീണ്ടും മണ്ണ് ഒലിച്ചെത്തുന്നു. അതാണോ ഈ രക്ഷാ ദൗത്യത്തിന് തടസ്സമാകുന്നത്, പ്രതിസന്ധിയാകുന്നത്? ശ്രീധരൻ,
ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രാദേശിക കന്നഡ മാധ്യമ പ്രവർത്തകരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ പറയുന്ന ഒരു പ്രധാന കാരണം ഈ മണ്ണ് കുത്തിയൊലിച്ചെത്തുന്നു, കനത്ത മഴ പെയ്യുന്നു, ഇതൊക്കെ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം മെല്ലെപ്പോക്കിന് കാരണമെന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ അറിയിക്കുന്നത്. ഏതായാലും ഈ പ്രതികൂല കാലാവസ്ഥ ഈ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ കഴിഞ്ഞ 2 ദിവസം കൂടി 22-ാം തീയതി വരെയെങ്കിലും മഴ തുടരുമെന്നുള്ളതാണ് മുന്നറിയിപ്പ് ഉള്ളത്. ഏതായാലും ഈ മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ ചില ശരീരഭാഗങ്ങളൊക്കെ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഏതായാലും അർജുൻ്റെ ഫോൺ 2 നമ്പറുണ്ട്. അതിലൊരു നമ്പർ ഇന്ന് ആ പ്രദേശത്ത് നിന്ന് റിങ് ചെയ്തു എന്ന് കുടുംബാംഗങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ബന്ധുക്കളൊക്കെ കാത്തിരിക്കുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെയും പുരോഗമിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. 16-ാം തീയതി പുലർച്ചെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഇന്നിപ്പോൾ 3 ദിവസം കഴിയുകയാണ്. തെരച്ചിൽ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അർജുന്റെ കുടുംബം അവിടേക്ക് എത്തിയിട്ടുണ്ട്.